ഇന്ന് രാവിലെ നമ്മൾ നേരെ പോയത് പേൾ ദന്തൽ ക്ലിനിക്കിലേക്കാണ്. അവിടെ ചെയർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ച് നേരെ നമ്മൾ അവിടേക്കാണ് പോകുന്നത്, പേൾ ദന്തൽ ക്ലിനിക്കിലേക്ക്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഫുഡ് കൺട്രോൾ എല്ലാം വർക്ക് ചെയ്യിച്ച് നോക്കിയപ്പോൾ ഫുഡ് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല, ചെയർ മൊത്തത്തിൽ ചത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ബാക്കിലെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിലെ സ്വിച്ച് എല്ലാം ഞെക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ബാക്കിലെ സ്വിച്ച് നമുക്ക് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും, ഫുഡ് കൺട്രോൾ ഞാൻ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കൺട്രോൾ അഴിച്ച് നോക്കിയപ്പോൾ അതിനകത്തിലെ വയറുകളെല്ലാം വിട്ട് കിടക്കുക. അതിനകത്തിലൊരു 2 വയർ മാത്രം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ വയറുകളും വിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ഓരോ വയറുകളായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വയറുകളായിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയപ്പം ചില വയറുകൾക്ക് കണ്ടിന്യൂറ്റി ഇല്ലാതിരിക്കുമ്പം ആ വയറുകൾ നമുക്ക് ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തിൽ കോമൺ വയർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് കോമൺ ആയിട്ടുണ്ട്, ആ കോമൺ വയർ കണ്ടുപിടിച്ച് ആ കോമൺ വയർ ഇത് കണക്ട് ചെയ്യണം. കോമൺ ആയിട്ടുള്ളത് കൊടുത്ത് പിന്നെ ഓരോ വയറുകളും നമ്മൾ ഏതിൻ്റെ വയറുകളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനായിട്ട് ചെയർ ഓൺ ആക്കിയിട്ടുകൊണ്ട് നമ്മൾ ആ സൈഡിൽ ആ കോമൺ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്ന വയറിലോട്ട് ഓരോ വയറുകളായിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഫുഡ് കൺട്രോളിൻ്റെ അപ്പ് ഏതാണ് ഡൗൺ ഏതാണ്. അതാണ്ട് ഇതാണ് കാണിക്കുന്നത്, അപ്പ് ഏതാണ് ഡൗൺ ഏതാണ് ബാക്ക് റെസ്റ്റ് ഏതാണ് ഫ്രണ്ടിലോട്ടുള്ളത് ഏതാണെന്നുള്ളത് അതിലാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ കോമണയിലോട്ട് ഓരോ വയറായിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും ഏത് വയർ ഏത് ഭാഗത്തോട്ടുള്ളതാണെന്ന്. അപ്പം നമ്മൾ ആ വയറെടുത്തിട്ട് അതേപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം, സോൾഡർ ചെയ്ത് കൊടുക്കണം. ആ ഓരോ വയറും ആ ഓരോ പോയിന്റിലും നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ വയറും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സോൾഡർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ വയർ കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിനകത്തിൽ 1-2 കണ്ടിന്യൂറ്റി കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ, അതിനാണ് നമ്മളൊരു മഞ്ഞ വയർ എക്സ്ട്രാ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് പുറത്തുനിന്നൊരു മഞ്ഞ വയർ എടുത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം നമ്മൾ സോൾഡർ ചെയ്തിട്ടുള്ള പൂർണ്ണ രൂപമാണിത്. എല്ലാം സോൾഡർ ചെയ്ത് എല്ലാ വയറുകളും എടുത്ത് സോൾഡർ ചെയ്ത് എല്ലാത്തിനെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് അതെല്ലാം സോൾഡർ ചെയ്ത് കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ട്, താഴോട്ടുള്ള ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ വയ്യ, എന്നാലും ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്ക് റെസ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് റെസ്റ്റ് ബാക്കിലോട്ടാകുന്നുണ്ട്, ഫ്രണ്ടിലോട്ടും ആകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത വർക്കിലേക്ക് പോകാം. അടുത്ത വർക്ക് നമുക്ക് കരുനാഗപ്പള്ളിലാണ്. ഇനി അടുത്ത വർക്ക് അവിടേക്ക് പോവുകയാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.